എന്ത് കണക്കാണത്? മൊത്തം തെറ്റാണല്ലോ. നീ കുളിപ്പിച്ച് ഇല്ലാണ്ടാക്കോ? അങ്ങനൊന്നുമില്ല. എത്തിയോ? ഒന്നുമില്ല മണോളൻ. ഇതേ എവിടെ ആയിരുന്നടാ? എന്താ ക്ഷീണം പോലെ? അസുഖം വല്ലതും ഉണ്ടാ? എന്താ സുഖം? കെട്ടിന് മുമ്പ് കറങ്ങി നടക്കണ്ടെന്ന് നിന്നോട് പറഞ്ഞതല്ലേ? അതൊന്നുമില്ല ചേച്ചി, ഞങ്ങൾ ഈ ലോങ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞു വരില്ലേ, അതിന്റെ ഒരു ക്ഷീണം കാണും. ചകിരി തല. അയ്യോ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ജോൺ ബത്ലഹേം സ്കൂളിലെ നല്ല പഠിപ്പിസ്റ്റൊക്കെ ആയിരുന്നു. നമ്മടെ കക്കൂസ്. അങ്ങനെ പറ, അല്ല ജോൺ എന്നൊക്കെ പറഞ്ഞ ആർക്കാ മനസ്സിലാവണേ അല്ലേ? നല്ല ചൂട് വെള്ളത്തിൽ കുളിച്ചാ മതി, ക്ഷീണൊക്കെ പൊക്കോളും. ചെല്ല്. ചായ ചൂടാറി. അല്ല നീ ഇതുവരെ പോയില്ലേ? അല്ല ഈ കെട്ടൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇവൻ മേടിച്ചു കൂട്ടൂട്ടാ. അത് ശരിയാ. മാത്യു വരുന്നുണ്ട്. ദേ, നീ പറഞ്ഞ പോലെ ഇവിടെ എത്തണ വരെ ഞാൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇനി ഞാൻ പറയണ നീ ഒന്ന് കേക്ക്. എടാ, പോലീസുകാർ ഇമാതിരി ഹോട്ടലിൽ റെയ്ഡ് നടത്തുന്നത് സ്ഥിരം പതിവാ. ആ പെണ്ണ് എന്ത് കൂളായിട്ടാ റെയ്ഡ് എന്ന് പറഞ്ഞത്. എടാ, നിനക്ക് ഓർമ്മയില്ലേ? എടാ, അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിന് പോവും. നമ്മുടെ പുറകെ വരാനുള്ള ടൈമൊന്നും അവർക്കില്ല. അപ്പോ ആ ചട്ടി വീണ പോലീസുകാരന്റെ കേസോ? അയാൾ ചത്തട്ടൊന്നുമില്ലോ. എടാ, ഞാനാ പറയണേ, നീ ഒരു ടെൻഷനും അടിക്കണ്ട. ഈ മാറ്റർ ഒരു കുഞ്ഞു പോലും അറിയില്ല. കൂൾ മാൻ. എന്തേ? മസനഗുഡി ലോഡ്ജിൽ പെൺവാണിഭം. മസനഗുഡിയിലെ കനകാംബിക ലോഡ്ജിൽ നടന്ന റെയ്ഡിൽ 20ഓളം പേർ അറസ്റ്റിലായി. ലോഡ്ജിൽ നിന്നും പിടിക്കപ്പെട്ട സ്ത്രീകളിൽ പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയും ഉണ്ടായിരുന്നത് കൊണ്ട് കേസിനെ ശക്തമായി പിന്തുടരാനാണ് പോലീസിന്റെ നീക്കം. എടാ നോക്ക്, ചിലരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതായി പോലീസ് വക്താവ് അറിയിച്ചു. ഈ കാലത്തും പത്രം വായിക്കുന്നവരൊക്കെ ഉണ്ടോ? നീങ്ങ പുതിയ വാർത്ത എന്താ നോക്കട്ടെ. പണിയോ ഇത്? പണിയോ? അവരവിടുന്ന് രക്ഷപ്പെട്ടവരെ തപ്പിയിറങ്ങിയ നമ്മളെ പൊക്കൂ, ഉറപ്പാ. നീ മണ്ടത്തരം വെറുതെ പറയാതെ. അവർക്ക് നമ്മൾ ആരാന്ന് പോലും അറിയില്ല. പിന്നെ ഭാഗ്യത്തിന് ID കാർഡ് പോലും കൊടുത്തിട്ടില്ല. എടാ, രജിസ്റ്ററിൽ എന്റെ പേരില്ലേ ജോൺ? അതിനിപ്പോ എന്താ, ജോണിന് പേര് മാത്രമേ ഉള്ളൂ. അവരാദ്യം നമ്മൾ മലയാളികളാണെന്ന് കണ്ടെത്തണം. പിന്നെ ഈ നാട്ടിൽ എത്ര ജോൺമാരുണ്ട്? ഈ ഒരു പേര് വെച്ച് ആരും ഒന്നും കണ്ടുപിടിക്കാൻ പോണില്ല. പെണ്ണ് പോയി വല്ലതും പറയൂ. അവരാ ടൈപ്പൊന്നുമല്ല. ജോലിയോട് കൂറുള്ള സ്ത്രീയാ. കസ്റ്റമർ ഒറ്റൊന്നുമില്ല. സത്യം. എത്ര പെൺപിള്ളയുടെ മനസ്സറിയാവുന്ന ആളാ ഞാൻ. ഹലോ എടി, ഫോൺ കട്ട് ചെയ്ത മനസ്സിലാക്കൂടെ, ഞാൻ തിരക്കിലാണെന്ന്. ഞാൻ പിന്നെ വിളിക്കാം. ഹലോ, സോറി, കുറച്ച് ടെൻഷനായി പോയി. ഹലോ, വേണ്ടായിരുന്നു. എടാ, ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ പെൺപിള്ളേരെ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന്. അവരുടെ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അവരുടെ മനസ്സെന്ന് വെച്ചാണ്ടല്ലോ ചില്ല് പോലെ പെട്ടെന്ന് പൊട്ടും. സോ ഹാൻഡിൽ വിത്ത് കയറേ. അല്ലാണ്ട് നീ പറയണ പോലെ പെട്ടെന്ന് ചൂടായിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എങ്ങനെയാണ് ഇതേനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിനക്കറിയാൻ പാടില്ലേ? ഞാൻ കണ്ടുപിടിക്കാന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്നെ സഹായം നമസ്കാരം. നമസ്കാരം നമസ്കാരം നമസ്കാരം. താങ്ക് യു. സാറിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. എല്ലാവർക്കും നമസ്കാരം.
നമ്മുടെ ഇന്നത്തെ ഈ മുഖ്യാതിഥി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗോവിന്ദ മേനോൻ അവർകളെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ നല്ലൊരു കൈയടിയോടെ സ്വാഗതം ചെയ്തുകൊള്ളു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾക്കും ചടങ്ങ് മംഗളമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വിനീത നമസ്കാരം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്നാണ് അറിവുള്ളവർ പറയാറ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളെ ഇവിടേക്ക് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതീക്ഷ നിറവേറ്റുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന തരത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. പരിശ്രമം ചെയ്യുകലെന്തിനേയും കരത്തിലാക്കാൻ കഴിവുള്ളവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. മഹാകവി KC കേശവപിള്ളയുടെ ഒരു സ്വദേശ കവിതാ ശകലമാണത്. അതായത് അത്യന്ത പരിശ്രമത്തിലൂടെ നമ്മൾക്ക് എന്തും കീഴടക്കാൻ സാധിക്കുമെന്നാണ് കവി നമ്മോട് പറയുന്നത്. ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇവളെ 10 സുസ്മിതക്ക് എൻ്റെ അടുത്തൊരു നോട്ടുണ്ട്. ഏത് സുസ്മിത? മറ്റേ സുസ്മിത 10 എടാ ഇങ്ങനെ ഒന്ന് സെറ്റാക്കണേ. സുസ്മിത ഞാൻ സെറ്റാക്കടാ. നിന്റെ സഹായം വേണ്ട, കിട്ടിയോടത്തോളം മതി. എടാ നീ എങ്ങനെയെങ്കിലും സുസ്മിതനൊന്ന് സൈക്കോ. നടക്കോട്ട്. നിർത്തുകൊണ്ട ഈ ഭാഷ കിട്ട്. ഇനി നീ സ്കൂളിന്റെ പടി കാണില്ല. ടീച്ചറെ പിന്നെ സ്പെഷ്യൽ ക്ലാസ് വെക്കാണ്ട് പറ്റില്ല കേട്ടോ. പോർഷൻസ് ഒക്കെ ബാക്കിയാണ്. John, keep it up. Very good. 98 out of 100. താങ്ക് യു ടീച്ചർ. You're welcome. Anjali. മാറ. Hema. നോക്കി പോടാ. Srikanth. 2 മാർക്ക്. ഞാൻ തിന്നടാ. Ajana. നിന്റെ പേപ്പർ ഒന്ന് കാണിച്ചേ. അനിത. കാണിച്ചേ. അനിത വന്നിട്ടില്ല ടീച്ചറെ. അനിത അവിടെ പോയടാ. She's absent. ആ അതൊക്കെ പോട്ടെ. എടാ നമ്മുടെ മസിന്റെ കൂടി ട്രിപ്പിന്റെ കാര്യം പറ. അത് നടക്കില്ലടാ. എടാ എന്താ നടക്കാത്ത? എടാ വണ്ടിയും ഫണ്ടും സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. രോഹിണി. നീ ഒന്ന് വന്നാ മതി. എടാ ഞാൻ റെഡി. എടാ വാടാ. എടാ നമ്മൾ തമ്മിൽ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. അത് നിനക്കും അറിയാം. Melvin. എടാ ഈ ട്രിപ്പ് പോയിട്ട് വരുമ്പോഴേക്കും അതെല്ലാം സെറ്റാവും. വാടാ. എടാ ഞാനിപ്പോഴാ ആലോചിച്ച് എനിക്ക് കണക്ക് പരീക്ഷയ്ക്ക് പഠിക്കാണ്ട് അതിലെങ്കിലും 2 മാർക്ക് പിടിക്കണം. ശ്രീലക്ഷ്മി. നീയേ വരണ്ട, അവിടെ ഇരുന്നാ മതി. എന്താടാ? എടാ വാടാ. നോക്കോ, അത് മതി. മാത്യു, എന്താണോ ഇത്? താൻ ഇങ്ങനെയാണോ കൊല്ലപരീക്ഷ എഴുതാൻ പോകുന്നത്? തന്നെ കൊണ്ട് പറ്റാഞ്ഞിട്ടല്ലോ. താൻ ഒന്ന് ശ്രമിച്ചാൽ തനിക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. ശ്രമിക്കില്ലല്ലോ ടീച്ചറെ. നോക്കട്ടെ എത്ര മാർക്ക് കിട്ടി കാളവത്തായിക്ക്. 30. നിർത്തി വല്ല പണിക്കും പോയിക്കൂട്ടാ. ജോണിന്റെ കൂടെ 24 മണിക്കൂർ നടക്കുന്നുണ്ടല്ലോ. അതിന്റെ ഗുണമൊന്നും തനിക്ക് കാണാനില്ലല്ലോ. വെറുതെ സ്കൂളിന്റെ പേര് കളയാനായിട്ട്. അല്ലെങ്കിലും ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. പഠിപ്പൊന്നും ഇവന്റെ കുടുംബക്കാർക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ഇവന്റെ 2 ചേട്ടന്മാര്, മൂത്തവൻ 4ാം ക്ലാസ് വരെ, രണ്ടാമത്തെ മിടുക്കനായിരുന്നു കേട്ടോ. അവൻ 5ാം ക്ലാസ് വരെ ഇവിടുത്തെ ടീച്ചർമാരെ സമയം കളഞ്ഞു. ഇവനിപ്പോ +2 വരെ എത്തി. ആരെങ്കിലും കോപ്പി അടിച്ചിട്ടാവും. വില്ലംപറമ്പിലെ ചവറ എന്തിനാടാ ഈ സ്കൂളിൽ കൊണ്ടുവന്നിട്ടുണ്ട്? പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ കാളെ കൊണ്ട് ചവിട്ടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി പശുക്കളെ ഗർഭം ധരിപ്പിക്കലായിരുന്നു ഇവന്റെ അപ്പൻ കാളവർക്കിയുടെ പണി. നിനക്കും ആ പണി തന്നെ ചെയ്താ പോരടാ മോനെ. പഠിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ടീച്ചർ ഒന്ന് പറഞ്ഞോട് മാഷെ.
അല്ലാതെ വീട്ടിലുള്ളവർ പറയാൻ നിൽക്കരുത് കേട്ടോ. വിവരം നിങ്ങള് അറിയിക്കടാ. വിവരം അറിയിക്കടാ. വിവരം അറിയിക്കടാ. അറിയിക്കടാ. വേണ്ട മാഷെ. അറിയിക്കടാ. ജോണെ മാഷെ വേണ്ട മാഷെ. അറിയിക്കടാ. മതി മാഷെ. അറിയിക്കടാ. മതി മാഷെ. അറിയിക്കടാ. വേണ്ട മാഷെ.